ഫസ്റ്റ് തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്താലും നല്ല ടേസ്റ്റ് കാണും. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഞാൻ ബേക്കിംഗ് പൗഡർ വെച്ച് ചെയ്തു, പക്ഷേ സോഡാപ്പൊടി വെച്ച് ചെയ്തിട്ടാണ് ഈ ഒരു റെസിപ്പിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ കൂടുതലായിട്ട് വെള്ളം ചേർത്ത് ലൂസായിട്ടുള്ള പരുവം ആക്കരുത്, നല്ല ടേസ്റ്റി ആയിട്ട് വരത്തില്ല നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആദ്യം തന്നെ ഈ കട്ടയൊക്കെ മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അല്പം കൂടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു കറക്റ്റ് പരുവമായിട്ട് നമുക്കൊന്ന് എടുക്കാം. ഞാൻ ഇതിൻ്റെ ആ ഒരു പരുവം കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ആ ഒരു കറക്റ്റായിട്ടുള്ള പരുവം. ഒരുപാട് അങ്ങ് ലൂസല്ല. കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ആ സമയത്ത് ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തേങ്ങയിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നല്ല മധുരമൊക്കെ ഇഷ്ടമാണെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയിൽ ഞാൻ 1 കപ്പ് തേങ്ങ തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഏലക്കയുടെ പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടിയിട്ട്, ഇത് അറിയാവുന്ന ഒരുപാട് പേര് കാണും കേട്ടോ. എന്നാലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചു. ഇതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചിട്ട് നന്നായിട്ട് മാക്സിമം നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ പറ്റുന്ന അത്രത്തോളം നന്നായിട്ട് പരത്തിയെടുക്കുക. കട്ടി കുറച്ചിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഇത് നല്ല വെന്ത് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് തേങ്ങ ഇടുകയാണ്. തീ കുറച്ച് തന്നെ വെക്കുക. ഈ സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പരത്തിയെടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് തീ കൂട്ടി വയ്ക്കാം, പ്രശ്നമില്ല. നല്ലൊന്ന് മൊരിഞ്ഞൊക്കെ വരുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ ഇതൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ചൂടോട് കൂടിയിട്ട് കഴിക്കുക, ചൂടാറുന്നത് വരെ കാത്തിരിക്കരുത്. ആ ചൂടോട് കൂടി കഴിക്കാനാണ് ടേസ്റ്റ്. ഇലയപ്പത്തിനേക്കാൾ ടേസ്റ്റ് ആട്ടോ ഇത്. എനിക്ക് തോന്നുന്നു ഉണ്ടാക്കാനാണെങ്കിലും അതുപോലെ കഴിക്കാനാണെങ്കിലും ടേസ്റ്റ് ഇതിന് തന്നെയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അതുപോലെ കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷനിലാക്കി വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.